ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ചരിത്രം കുറിച്ച് കുഞ്ഞ് ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം അല്പസമയത്തിനകം നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലെത്തിക്കും. ഔദ്യോഗിക ബഹുമതികളോടെ നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലാണ് സംസ്കാരം നടക്കുക. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, 5 പേർക്ക് ജീവൻ നൽകിക്കൊണ്ടാണ് കുഞ്ഞു മാലാഖ വിട പറഞ്ഞത് എന്ന് നമുക്ക് പറയാം. എന്തായാലും സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുതന്നെയായിരിക്കും കേരളത്തിന് ആ കുട്ടിക്ക് നൽകാനാകുന്ന ഏറ്റവും വലിയ ആദരം. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ ഉണ്ടാവുക? അല്പസമയത്തിനകം ഈ സ്വകാര്യ ആശുപത്രിയിലെ ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്ന അലിൻ ഷെറിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഈ ആശുപത്രിക്ക് സമീപത്ത് ആശുപത്രിക്കുള്ളിൽ തന്നെയുള്ള ഒരു ചാപ്പലിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഈ അലിൻ ഷെറിന്റെ അമ്മയുടെ വീട് ഈ ആശുപത്രിക്ക് സമീപമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടെയും ഈ അലിൻ ഷെറിന്റെ അലിൻ ഷെറിനെ അവസാനമായി ഒന്ന് കാണാനായി നിരവധി പേരും ഇവിടെയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അരമണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും അലിൻ ഷെറിന്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം അപ്പുറത്തുള്ള അലിൻ ഷെറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അവിടെ നിന്നും വൈകുന്നേരം 3 മണിയോടെയാണ് നെടുങ്ങാടപ്പള്ളി CSI ചർച്ചിലേക്ക് മാറ്റുക. അവിടെയാണ് പിന്നീട് സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കുന്നത്. അവിടെ തന്നെയാണ് പിന്നീട് ഈ സംസ്കാര ചടങ്ങുകളടക്കം സംസ്കാരമടക്കം നടക്കുക. എന്തായാലും അലിൻ ഷെറിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും അതായത് ഈ അലിൻ ഷെറിനെ ഓർക്കുമ്പോൾ ഒരു ഹൃദയം തുറങ്ങുന്ന വേദനയോടെ അല്ലാതെ ആർക്കും ഓർക്കാൻ കഴിയില്ല. മാത്രമല്ല മറ്റുള്ളവർക്ക് അതേസമയം തന്നെ മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൂടിയേക്കുന്ന ഒരു കാര്യമാണ് അലിൻ ഷെറിന്റെ ഈ അവയവദാനത്തിലൂടെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അലിൻ ഷെറിനെ ഓർക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാകും ആദ്യം മനസ്സിലേക്ക് വരിക. നമുക്കറിയാം കേരളത്തിലെ തന്നെ ആദ്യത്തെ അവയവദാതാവായി മാറിയിരിക്കുകയാണ് ഈ അലിൻ ഷെറിൻ. കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് ഇത്തരത്തിൽ അലിൻ ഷെറിനും അതുപോലെ മാതാപിതാക്കളും സഞ്ചരിച്ചിട്ടുള്ള വാഹനം കോട്ടയം മല്ലപ്പള്ളി റൂട്ടിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത്. അതിനുശേഷം മറ്റ് ആശുപത്രി ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അലിൻ ഷെറിന്റെ ആരോഗ്യസ്ഥിതിയിലൊന്നും നല്ല പുരോഗതി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ നിന്നാണ് ഈ മസ്തിഷ്ക മരണം അടക്കം സംഭവിക്കുന്നത്. പിന്നീട് എന്തായാലും മറ്റ് 4 പേർക്ക് കൂടി ഇത്തരത്തിൽ അവയവങ്ങൾ ദാനം ചെയ്താണ് ഈ അലിൻ ഷെറിന്റെ മടക്കം ഇപ്പോൾ ഉണ്ടാകുന്നത്. വെറും 6 മാസം മാത്രം പ്രായമുള്ള കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാം ഇന്ന് കേരളം വളരെ വൈകാരികമായി തന്നെ വിട പറയും. വൈകുന്നേരമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി പേരാണ് കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണുവാനൊക്കെ അവിടെ തിങ്ങിക്കൂടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ കേരളത്തിൻ്റെ സ്വന്തം കുഞ്ഞായി മാറിയ അല്ലെങ്കിൽ മാലാഖയായി മാറിയ ഒരു കുഞ്ഞുകൂടിയാണ് ആലിൻ. കണ്ണൻ, ഈ വൈകുന്നേരം ആണല്ലോ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം കൃത്യമായി പറയുകയുണ്ടായി. കാരണം 5ഓളം പേർക്ക് പുതിയ ജീവൻ നൽകിക്കൊണ്ടാണ് ആ കുഞ്ഞ് വിട പറയുന്നത്. മാത്രവുമല്ല കേരളത്തിന് നൽകാനാകുന്ന അല്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് നൽകാനാകുന്ന ഏറ്റവും വലിയ ആദരവ് കൂടിയാണ് ഈ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള ആ ഒരു വിട പറച്ചിൽ. കണ്ണൻ, അതേ ലിജിൻ, അത്തരത്തിൽ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ അത് തന്നെയാണ് അലിൻ ഷെറിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ആദരവും അത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. രാവിലെ ഇപ്പോൾ ഈ അലിൻ ഷെറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രിക്കുള്ളിൽ തന്നെയുള്ള ഒരു ചാപ്പലിൽ ഈ അലിൻ ഷെറിന്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ നിരവധി ആളുകളാണ് ഈ ആശുപത്രിക്ക് ഉള്ളിലേക്കും ഇത്തരത്തിൽ അലിൻ ഷെറിന്റെ മൃതദേഹം ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അല്ലാതെ ഇപ്പോൾ അലിൻ ഷെറിനെ ഓർക്കാൻ കഴിയില്ല, അവനെ യാത്രയാക്കാൻ കഴിയില്ല. മാത്രമല്ല അതേസമയം തന്നെ 4ഓളം പേർക്ക് ഈ അവയവദാനത്തിലൂടെ ഒരു പ്രതീക്ഷ കൂടി നൽകിക്കൊണ്ടാണ് ഈ അലിൻ ഷെറിന്റെ മടക്കം ഉണ്ടാകുന്നത്. എന്തായാലും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ ഈ ആശുപത്രിയിലെ ഈ
പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. അവിടെയായിരിക്കും കൂടുതൽ ആളുകൾ എത്തുക. അവിടെ നിരവധി ആൾക്കാർക്ക് ഇത്തരത്തിൽ പൊതുദർശനത്തിന് ഈ വരുന്നവർക്കെല്ലാം നേരിട്ട് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകും. അതിനുശേഷം PSA ചർച്ചിലാണ് ഇത്തരത്തിൽ അലിൻ ഷെറിന്റെ സംസ്കാരം അടക്കം നടക്കുക. ഈ സമയത്തൊക്കെ വൈകിട്ട് 3:30 ആയിരിക്കും ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. ഈ സമയത്തേക്ക് അത്രയും സമയം ഈ അലിൻ ഷെറിനെ ആദ്യമായി കാണുന്നവർ പോലും ഈ പൊന്നോമനെ അവസാനമായി ഒന്ന് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച് തിരികെ മടങ്ങാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ തന്നെ ആദ്യത്തെ അവയവദാതാവായി മാറിയിരിക്കുകയാണ് അലിൻ ഷെറിൻ. അലിൻ ഷെറിനെ കാണാൻ രാവിലെ മുതൽ തന്നെ ഇപ്പോൾ ഈ ആശുപത്രിക്ക് ഉള്ളിലെ ചാപ്പലിലേക്കും നിരവധി പേരാണ് എത്തുന്നത്. ഈ അലിൻ ഷെറിന്റെ അമ്മയുടെ വീട് ഈ ആശുപത്രിക്ക് സമീപമാണ്. അതുകൊണ്ട് തന്നെ ഈ അലിൻ ഷെറിന് അവിടെയും നിരവധി നാട്ടുകാരും അതുപോലെ മറ്റ് അലിൻ ഷെറിനെ ആദ്യമായി കാണുന്നവരും അലിൻ ഷെറിൽ നിന്ന് ആ പിഞ്ചോമനെ ആദ്യമായി കാണുന്നവർ ഒരിക്കലും ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരിക്കലും പരിചയമില്ലാത്ത അലിൻ ഷെറിനെ കാണാൻ ഇപ്പോഴും വരി നിന്ന് ഒരുപാട് പേരാണ് ഈ ആശുപത്രിക്കുള്ളിലുള്ള ഈ ചാപ്പലിലേക്കും എത്തുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഇവിടുത്തെ ഈ ശുശ്രൂഷയും ഈ പൊതുദർശനവും കഴിഞ്ഞതിന് ശേഷം അല്പസമയത്തിനകം 3 കിലോമീറ്റർ അപ്പുറത്തുള്ള അലിൻ ഷെറിന്റെ വീട്ടിലേക്ക്, നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ എല്ലാവർക്കും ഇത്തരത്തിൽ ഈ അലിൻ ഷെറിനെ അവസാനമായി ഒന്ന് കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അവിടേക്കായിരിക്കും ഇപ്പോൾ ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ പൊതുദർശനം കഴിഞ്ഞാൽ നേരെ അവിടേക്കായിരിക്കും കൊണ്ടുപോവുക. വൈകിട്ട് 3 മണി വരെ ഇത്തരത്തിൽ ഈ ഒരു പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ട്. ഈ അവസാനമായി ഒന്ന് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തിരിക്കുന്നവർ നിരവധിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആശുപത്രിയിൽ നിന്നും, കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴും നിരവധി ആളുകളാണ് അവിടെയും കാത്തുനിന്നത് അലിൻ ഷെറിനെ അവസാനമായി ഒന്ന് കാണാൻ. അതായത് അവയവദാനത്തിലൂടെ മഹത്തായ ഒരു മാതൃക കാട്ടിയ ഈ അച്ഛനമ്മമാരുടെ ആ ഒരു ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിനൊക്കെ എടുത്ത ആ ഒരു അഭിമാനത്തോടെ തന്നെയാണ് ഈ നാട്ടുകാർക്കും പറയാനുള്ളത്. എന്തായാലും ഇപ്പോഴും ഈ രാവിലത്തെ ഈ പൊതുദർശനത്തിന് നിരവധി ആളുകൾ ഈ ചാപ്പലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അലിജൻ. എന്തായാലും ചില കുരുന്ന ജീവനുകൾക്ക് പുനർജന്മത്തിന്റെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് ആലിൻ ഈ ലോകത്തോട് വിട പറയുന്നത്. എന്തായാലും ഇനിയും ഈ കുഞ്ഞ് മാലാഖ ജീവിക്കും. അത് പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ മാത്രമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇനിയും ആ കുഞ്ഞു മാലാഖ ജീവിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും വൈകുന്നേരമാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക.